സേവകന്റെ സേവകൻ. കമലാപുരിക്കും കാർപ്പായ്ക്കുമിടയിൽ ഒരു സ്ഥലമുണ്ട്, പുഷ്പഗിരി. അവിടത്തെ വാർഷികോത്സവം കെങ്കേമം. ടീച്ചർ നിർദ്ദേശിച്ചു, എല്ലാവരും സ്കൗട്ടിൽ ചേർന്നിരിക്കണം. അടുത്ത ആഴ്ചയിലേക്ക് എല്ലാവരും തയ്യാറാകുക. പുഷ്പഗിരിയിൽ നടക്കുന്ന ഉത്സവവേളയിൽ സേവനം ചെയ്യാനായി നമുക്ക് പോകണം. യൂണിഫോം വാങ്ങാനുള്ള പണം സത്യനില്ല. വീട്ടിലെ വിഷമം മറ്റുള്ളവരോട് പറയുന്നത് ശരിയല്ല. അതിനാൽ സുഖമില്ലെന്ന് പറഞ്ഞ് സത്യൻ ഒഴിഞ്ഞുമാറി. കുട്ടികളുടെ കൂടെ പുഷ്പഗിരിയിലേക്ക് പോകാനായി അധ്യാപകരും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വീട്ടിൽ വന്ന് തിരക്കി. സത്യൻ എന്തുപറ്റി? എന്തേ രാജു വരാത്തത്? സഹോദരൻ പറഞ്ഞു, അവന് വയറുവേദനയാണ്, വരാൻ കഴിയില്ല. സത്യൻ വേദന അഭിനയിച്ച് കിടന്നു. അപ്പോൾ ജനാബ് മെഹബൂബ് ഖാൻ അകത്ത് വന്ന് പരിശോധിച്ചു. സത്യന്റെ വേദന കണ്ട് അദ്ദേഹം പറഞ്ഞു, രാജുവിന് സുഖമില്ല, നമുക്ക് നിർബന്ധിക്കണ്ട. സേവനം ചെയ്യാൻ പോകണമെന്ന് സത്യന് ആഗ്രഹമുണ്ട്. പക്ഷേ പണമില്ലല്ലോ. കൂട്ടുകാരുടെ കൂടെ പോയാൽ അവർ ചെലവെടുക്കും. പക്ഷേ അത് സത്യന് ഇഷ്ടമല്ല. കൂട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ സത്യനൊരു വഴി കണ്ടെത്തി. കഴിഞ്ഞ കൊല്ലം പഠിച്ച പുസ്തകങ്ങൾ കയ്യിലുണ്ട്. എല്ലാം പുതിയ പുസ്തകം പോലെ തന്നെ. സമീപം പാവപ്പെട്ട ഒരു കുട്ടിയുണ്ട്. അവനിപ്പോൾ സത്യൻ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കയറിയതേ ഉള്ളൂ. പുസ്തകങ്ങളെല്ലാം അവന് പകുതി വിലയ്ക്ക് കൊടുക്കാൻ സത്യൻ ചെന്നു. പക്ഷേ ആ പാവം കുട്ടിയുടെ കയ്യിൽ അത്രയും പണമില്ല. ഒടുവിൽ 5 രൂപയ്ക്ക് പുസ്തകമെല്ലാം കൊടുത്തു. 5 രൂപയായി കിട്ടിയത് മുഴുവനും ചെമ്പു നാണയങ്ങളായിരുന്നു. അവ അനവധിയുണ്ട്. എങ്ങനെ ഇതെല്ലാം കൊണ്ടുപോകും? ഷർട്ടിന് പോക്കറ്റില്ല. കീറി തുടങ്ങിയ ഒരു ഷർട്ടിൽ നിന്നും കുറച്ചു ഭാഗം ചീന്തിയെടുത്തു. അതിൽ നാണയങ്ങൾ കിഴിയായി കെട്ടി. അതോടെ ദുർബലമായ ആ തുണിക്കഷ്ണവും കീറിപ്പോയി. ചെമ്പുതൊട്ടുകൾ താഴെ വീണു ചിതറി. ശബ്ദം കേട്ട് ജ്യേഷ്ഠത്തിയമ്മ പുറത്തു വന്നു. അവർ തിരക്കി, എവിടുന്നാണ് ഇതെല്ലാം? സത്യൻ സത്യം പറഞ്ഞു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. നീ ഇതെല്ലാം ഇവിടെ നിന്നും മോഷ്ടിച്ചത് തന്നെ. സത്യാവസ്ഥ തെളിയിക്കാൻ കുട്ടി വളരെ കഷ്ടപ്പെട്ടു. പുസ്തകം വാങ്ങിയ ബാലനെ വിളിച്ചുകൊണ്ടുവന്ന് നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. അതും വിഫലമായി. അവർ സത്യനെ തല്ലുകയും ചെയ്തു. ഇതിന് ശിക്ഷയായി നിനക്കിനി ഇവിടുന്ന് ഭക്ഷണവുമില്ല. കോപമടക്കാനാവാതെ അവർ പറഞ്ഞു. സത്യനൊന്നും മിണ്ടാതെ വാർഷികോത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി. 9 മൈൽ ദൂരം കുട്ടി നടന്നു. നല്ല ചൂടുള്ള ദിവസം. വലിയ ദാഹം തോന്നി. കന്നുകാലികളെ കുളിപ്പിക്കുന്ന സ്ഥലത്തു മാത്രമേ വെള്ളം ലഭിക്കൂ. ചെറിയൊരു ടബിൽ ജലം കണ്ടു. പക്ഷേ മലിനജലമാണ്. ആ ജലം കുറച്ചു കുടിച്ച് ദാഹമകറ്റി. ടബിനടുത്തുണ്ടായിരുന്ന കരിങ്കല്ലിൽ ഒരണയും കുറച്ചു ബീഡിയുമുള്ളത് സത്യൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ആരോ മറന്നിട്ട് പോയതാണ്. അവൻ അതെടുത്തു. ചുറ്റിനും നോക്കി. ആരെയും അവിടെ കണ്ടില്ല. സത്യൻ ബീഡികളൊക്കെ ഒടിച്ചു കളഞ്ഞു. ഒരണ മാറ്റി 4 കാലണകളാക്കി. ഈ കാലണകൾ കൊണ്ട് എന്തു കിട്ടാനാണ്? സത്യൻ പന്തയം കളി നടക്കുന്ന സ്ഥലത്ത് ചെന്നു. കളിയിൽ ചേർന്ന് നാണയം വെച്ചു. സത്യന് താമസിയാതെ 12 തികഞ്ഞു. അതോടെ കളിയും നിർത്തി. 12 സുഖമായി പുഷ്പഗിരിയിൽ കഴിയാം. ഇത്രയധികം നാണയങ്ങൾ എവിടെ സൂക്ഷിക്കും?
ഒരു ആശയം തോന്നി. നാണയങ്ങൾ മുഴുവനും തുണിയിൽ കിഴി പോലെ കെട്ടി. പിന്നീടത് മണലിൽ കുഴിച്ചിട്ടു. അതിനു മുകളിൽ മണൽ വാരിപ്പൊത്തി തലയിണ പോലെ ആക്കി. അങ്ങനെ നാണയങ്ങൾ സുരക്ഷിതമാക്കിയിട്ട് ഉറങ്ങാൻ കിടന്നു. വളരെ ദൂരം നടന്നു വന്നതിൻ്റെ ക്ഷീണം കാരണം പെട്ടെന്നുറങ്ങിപ്പോയി. നാണയം സുരക്ഷിതമാക്കി വയ്ക്കുന്നത് ആരോ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. സത്യൻ നല്ല ഉറക്കത്തിലായതോടെ അയാൾ നാണയവുമായി കടന്നു കളഞ്ഞു. നേരം പുലർന്നു. പണം പോയ വിവരം മനസ്സിലായി. കയ്യിൽ ഒരൊറ്റ പൈസയില്ല. അതിനർത്ഥം ഒന്നും കഴിക്കാനും കഴിയില്ലെന്ന് തന്നെ. സ്കൗട്ട് സംഘത്തിലെ കുട്ടികൾ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിറവേറ്റാനായി ഓരോ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. എല്ലാവരും നന്നായി സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി. അങ്ങനെ 3 ദിവസം ഭക്ഷണമില്ലാതെ സത്യനും സേവനത്തിൽ മുഴുകി. ഈ അവസരത്തിൽ തന്നെ രമേശ് സത്യന്റെ കൈവശം പണമില്ലാത്ത കാര്യം എങ്ങനെയോ അറിഞ്ഞു. സത്യന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മറ്റാരും കാണാതെ രമേശ് അരികിൽ ചെന്നു. അവൻ്റെ കയ്യിൽ ഒരു ദോശയോ മറ്റെന്തെങ്കിലുമോ കാണും സത്യനായി. അങ്ങനെയാണ് കൂട്ടുകാർ സത്യന് ഭക്ഷണം നൽകിയത്. ചേട്ടന്റെ കോപം. ഉത്സവം കഴിഞ്ഞു. വീട്ടിലേക്ക് പോകേണ്ട സമയമായി. ജ്യേഷ്ഠൻ കുടുംബവുമായിട്ടാണ് താമസിക്കുന്നത്. ഒഴിഞ്ഞ കൈയുമായി എങ്ങനെ കയറി ചെല്ലും? എന്താണ് പുഷ്പഗിരിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതെന്ന് തീർച്ചയായും അവർ ചോദിക്കും. സത്യൻ രമേശിനോട് ചോദിച്ചു, ഒരണ കടമായി തരുമോ? ഞാനത് മടക്കിത്തരാം. രമേശ് ഒരണ നൽകി. സത്യൻ അതുകൊണ്ട് കുറച്ചു പഴങ്ങളും പൂക്കളും വാങ്ങി വീട്ടിലേക്ക് യാത്രയായി. സത്യൻ വീട്ടിലില്ലാതിരുന്ന 8 ദിവസവും അവിടെ തുള്ളി വെള്ളമുണ്ടായിരുന്നില്ല. നദിയിൽ പോയി ആര് ജലം കൊണ്ടുവരും? ആ ദേഷ്യം ജ്യേഷ്ഠത്തി അമ്മ ശരിക്കും സത്യനെതിരായി ഉപയോഗിച്ചു. സത്യൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശേഷമ്മ രാജു ഉമ്മറത്ത് ഇരിക്കുന്നു. കയ്യിൽ ഒരു റൂളറുമുണ്ട്. ബുക്കിൽ വരയിടാൻ ഉപയോഗിക്കുന്ന റൂളർ. ശേഷമ്മ രാജു ഭാര്യ പറഞ്ഞത് കേട്ട് കോപിച്ചിരിക്കുകയാണ്. അദ്ദേഹം റൂളർ എടുത്ത് സത്യന്റെ വിരലുകളിൽ അടിച്ചു. അടിയുടെ ശക്തിയിൽ റൂളർ പൊട്ടിച്ചിതറി. ഇതേ സമയം പെദ്ദ വെങ്കപ്പ രാജു ശേഷമ്മ രാജുവിൻ്റെ പുത്രൻ മരിച്ച വിവരമറിഞ്ഞ് കമലപുരിയിലെത്തി. സത്യന്റെ കയ്യിലെ വീക്കം കണ്ട് അദ്ദേഹം കാര്യം തിരക്കി. കയ്യിൽ ചെറിയൊരു കുരു വന്നതാണ് എന്ന് പറഞ്ഞ് സത്യൻ അതൊഴിവാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയൽക്കാരുമായി പെദ്ദ വെങ്കപ്പ രാജു സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, എന്തിനാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നത്? എന്തൊക്കെ ക്ലേശങ്ങളാ കുട്ടി രാപ്പകൽ അനുഭവിക്കുന്നു. ഇതെല്ലാം കേട്ടതോടെ അദ്ദേഹത്തിന് വല്ലാതായി. സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് സത്യനെ അദ്ദേഹം ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, സത്യ, ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊന്നിനുമല്ല. നിന്നോട് കുറച്ചു കാര്യങ്ങൾ ചോദിക്കാനാണ്. നിന്റെ കൈ കാണിക്കൂ. എന്താണ് പറ്റിയത്? എല്ലാം എനിക്കറിയാം. നിനക്കെന്നും ഇവിടെ ദുരിതമാണെന്ന് ഞാൻ അറിഞ്ഞു. നീ എന്നും തല്ലുകൊള്ളുന്നില്ലേ? ക്ലേശങ്ങളും പീഡനവും സഹിച്ച് ഇനി ഇവിടെ കഴിയണ്ട. നിന്നെ ഞാൻ നുള്ളി നോവിച്ചിട്ടു പോലുമില്ലല്ലോ. ഇത് കേട്ടപ്പോൾ സത്യൻ പറഞ്ഞു, അരുത്, ഈ അവസ്ഥയിൽ ഞാൻ വന്നുകൂടാ. അവരുടെ മൂത്ത മകൻ മരിച്ചിരിക്കുന്ന സമയമല്ലേ? മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്നാൽ ജനങ്ങൾ അതും ഇതും പറയും.
അങ്ങിപ്പോൾ പോയിക്കൊള്ളും. ഇതെല്ലാം ഒന്ന് തണുത്തു കഴിഞ്ഞാൽ ഞാൻ വരും. പിറ്റേ ദിവസം പെദ്ദ വെങ്കപ്പ രാജു തിരിച്ചു പോകാൻ ഒരുങ്ങി. അദ്ദേഹം സത്യനോട് ചോദിച്ചു, നിനക്ക് പുതിയ ഉടുപ്പ് വേണോ? വേണ്ട, എനിക്ക് ഇഷ്ടം പോലെയുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും ആവശ്യമില്ല. ആ മറുപടി അദ്ദേഹത്തിനെ സന്തുഷ്ടനാക്കി. പക്ഷേ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തുണിക്കടക്കാരൻ കോഴി സുബണ്ണയുടെ സമീപം ചെന്ന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ വന്ന് ഏത് പുതിയ വസ്ത്രങ്ങൾ ചോദിച്ചാലും നൽകുക, ഞാൻ അതിൻ്റെ വില തന്നുകൊള്ളാം.